ഡിറ്റർമിനൻസ് ചാപ്റ്ററിലെ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. അതെന്താണ്? 6 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ മാട്രിക്സ് മെത്തേഡ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കിയാലും 1, 2, 3, 4, 5, 6 വർഷങ്ങൾ ചോദിച്ചാൽ ഈ വർഷം നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റൻ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ പേപ്പറിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു പോയിക്കോ. ഇതേ ആൻസർ തന്നെ വരാൻ പോകുന്നത്, ഇതേ ക്വസ്റ്റൻ ആണ് വരാൻ പോകുന്നത്. മെത്തേഡ് പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ 6 മാർക്ക് ഷുവർ ക്വസ്റ്റൻ ഈ ചാപ്റ്ററിൽ പഠിപ്പിച്ചു തരാൻ പോവാണ്. എല്ലാവരും ഫ്രണ്ട്സിനോട് വിളിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. പിന്നെ സാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? സാർ മാട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തിനാ ഡിറ്റർമിനൻസ് ഉപയോഗിക്കേണ്ടത്? മാട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് ഉപയോഗിക്കണമെന്നല്ല, ഡിറ്റർമിനൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയുള്ള കാര്യം വളരെ സിമ്പിൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് കാര്യം നോക്കേണ്ട മക്കളെ, ഈ വേരിയബിൾസ് എല്ലാം നോക്കിയാൽ എല്ലാവരും നോക്കാം. ഈ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, എക്സിൻ്റെ കൂടെയുള്ള വൈൻ്റെ കൂടെയുള്ള സെഡിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ്. ഓക്കെ, ഇനി ഇൻ കേസ് ഇങ്ങനെയാണ് ഇക്വേഷൻ എങ്കിലോ എക്സ് പ്ലസ് 3x പ്ലസ് z is equal to 5 എന്ന് പറയുമ്പോൾ സാർ ഇവിടെ y ഇല്ല, അപ്പോൾ നിങ്ങൾ എഴുതണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഒരു y ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലസ് 0y എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വേഷൻ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു നമ്പർ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഉണ്ടാവും, ചിലപ്പോൾ എന്ത് ചെയ്യുക, -4 ഇങ്ങോട്ട് കൊടുക്കും. അത് പറ്റൂല, ആ നമ്പർ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കോഎഫിഷ്യൻറ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു എ മാട്രിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, കോഎഫിഷ്യൻസിന് അപ്പം 3 ഉണ്ട്, 2 അല്ല, -2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, വൈൻ്റെ കൂടെ ആരുമില്ല 1, സെഡിൻ്റെ കൂടെ -1, -1, 4, -3, 2. ഇത് എഴുതി വെച്ചാൽ നമ്മുടെ എ മാട്രിക്സ് കിട്ടി. ഇനി അടുത്ത് എന്താണ്? എക്സ് മാട്രിക്സ്. എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾസ് ക്യാപിറ്റൽ എക്സ് എടുക്കണം എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് എത്ര എക്സ് വേരിയബിൾസ് ഉണ്ട്? എക്സ്, വൈ, സെഡ്, 3 വേരിയബിൾ ഉള്ളത്. കുഞ്ഞു ലെറ്റർ വൈ, എക്സ്, സെഡ് ഇങ്ങനെ എഴുതുക. ഓക്കെ, എക്സ്, വൈ, സെഡ് എന്ന് എഴുതുന്നു. ഇതും കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്? സി. ഓക്കെ, സി അല്ല, സോറി, എ എക്സ് ഈസ് ഈക്വൽ ടു ബി. ബി വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻസ് കേട്ടോ. 8, 1, 4. ഓക്കെ, 8, 1, 4 ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് പ്രിപ്പയർ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പരിപാടി സോൾവ്. ഓക്കെ, അപ്പോൾ എന്താണ്? എ എക്സ് ഈസ് ഈക്വൽ ടു ബി. എന്താണ്? എ എക്സ് ഈസ് ഈക്വൽ ടു ബി. എന്താണ് ഞാൻ ചെയ്തത്? എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി. അതാണ് ഈ ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായാൽ ഫുൾ മാർക്സ് കിട്ടണം. ഇത് എഴുതണം. പ്രീ മൾട്ടിപ്ലൈങ്. എന്താണ്? വെറും മൾട്ടിപ്ലൈങ് അല്ല, എന്താണ്? പ്രീ മൾട്ടിപ്ലൈങ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പ്രീ മൾട്ടിപ്ലൈങ് എന്താണ് മക്കളെ? എ ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എ ഇൻവേഴ്സ് നമുക്കറിയില്ല, പക്ഷെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഓക്കെ, ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഈ ഇക്വേഷനിൽ എ എക്സ് ഇസ് ഈക്വൽ ടു ബിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, റെഡി? ഇനി എ ഇൻവേഴ്സും എയും മക്കളെ 4ഉം 1/4 മൾട്ടിപ്ലൈ ചെയ്ത് 1 കിട്ടും. അതാണ് ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ എ ഇൻവേഴ്സ് ബി. അതങ്ങനെ തന്നെ നിൽക്കും. ഇനി ഐ ഇൻറ്റു എക്സ് മക്കളെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 പോലെ. അപ്പോൾ 1 × 5 എന്ന് പറഞ്ഞാൽ 5. അതേപോലെ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടിയത്? എ ഇൻവേഴ്സ് ബി. ഓഹോ, എക്സിൻ്റെ സൊല്യൂഷൻ, ഇതിൻ്റെ ആൻസർ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബി എന്ന് നമുക്കറിയാം, എ ഇൻവേഴ്സ് അറിയില്ല. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇയാളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇത്രയും കിട്ടിയാൽ നിങ്ങൾ പകുതി മാർക്ക് കിട്ടി കേട്ടോ. പകുതി എക്സാമിനുള്ള മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സെക്കൻഡ് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. പേടിക്കണം, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എ എടുക്കുന്നു, എനെ ഇവിടെ എടുത്ത് നോക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല നോട്ട് ചെയ്ത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/ditte ഇൻറ്റു അഡ്ജെ. അഡ്ജെ എന്ന് പറയുമ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ, അല്ലെങ്കിൽ അഡ്ജെ ബൈ ഡിറ്റെ എന്ന് പറയും. നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമായിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 അല്ല എന്ന് കണ്ടുപിടിക്കും. മക്കളെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. ഇതെന്താണ് മക്കളെ? കമൻറ്റ്. ഇത് കമൻറ്റ് ചെയ്യുക. എന്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ ഇത് എന്ത് മാട്രിക്സ് ആണെന്ന് കമൻറ്റ്. ഓക്കെ, അത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെക്ക് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അതായിരിക്കും സിമ്പിൾ. 3 ഇൻറ്റു ഓക്കെ, ഇതിൻ്റെ മാട്രിക്സ് 2 - 3 അല്ലേ? 2 - 3. ഓക്കെ, ഇനി -2 ഉണ്ട്. ഡിറ്റർമിനൻ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഈ 4 ആൾക്കാരും എപ്പോഴും നമ്മൾ മൈനസ് സിമ്പിൾ എടുക്കണം കേട്ടോ. -2 ആണെങ്കിൽ നമ്മൾ +2 എടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഇത്? ഈ റോവും കോളവും മറന്നാൽ എന്ത് കിട്ടും നമുക്ക്? 2 × 2 4. 4 - -4 എന്ന് പറയും 4 + 4 കേട്ടോ. അപ്പോൾ 4 + 4. ഓക്കെ, 2 × 2 4, -4 എന്ന് പറയും +4 കേട്ടോ. കാരണം എന്താണ്? ഇത് മൈനസ് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. +3 ഇൻറ്റു 3 ഇരുന്ന് ഈ കോളർ റോം പോയി. അപ്പോൾ -6 - 4, -6 - 4. അപ്പോൾ എന്താണ്? -10 കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ് കിട്ടുക? നമുക്ക് 3 × 2 - 3 എന്ന് പറയുമ്പോൾ 3 × -1.
ഇവിടെ 2 × 8 2 × 8 എത്ര 16 പ്ലസ് ഇവിടെ എന്താ -30 ഓക്കെ -30 ഒന്ന് വായിക്കട്ടെ ഓക്കെ -30 3 × -10 ഓക്കെ. ഇനി ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എന്താണ് കിട്ടാൻ പോകുന്നത് -3 + 16 -30 ഓക്കെ. 16 - 3 എത്രയാണ് നമുക്കറിയാം 13 -30 13 - 30 എന്ന് പറയുമ്പോൾ നമുക്ക് 13 കുറയ്ക്കുമ്പോൾ -17 കിട്ടും അല്ലേ -17 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനെക്കാട് ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 അല്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും 0 ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ എന്ന് വിളിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഉണ്ട് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ. നോട്ട് ഈക്വൽ ടു 0 ആണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ കിട്ടി അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഫാക്ടർ അല്ല നമുക്ക് മൈനർ കണ്ടുപിടിക്കാണ്ട് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ഓക്കെ. അപ്പോൾ നമ്മൾ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഞാൻ എഴുതിയില്ല. കോഫാക്ടർ മാട്രിക്സ് ഉണ്ട് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് അല്ല ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് എന്താ കോഫാക്ടർ മാട്രിക്സ് ഒറ്റ അടിക്കാൻ കണ്ടുപിടിക്കാം ഓക്കെ. അപ്പോൾ ഞാൻ ട്രാൻസ്പോസ് എഴുതി വെക്കുകയാണ് പണി ഒറ്റ സിമ്പിൾ സ്റ്റെപ്പ് കഴിഞ്ഞു ഓക്കെ. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോഫാക്ടർ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള വന്ന നമ്പേഴ്സിൽ ഫോർ എക്സാമ്പിൾ 3 ഇവിടെ ഇയാളുടെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ റോം കോളം കളയുക ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എന്താണ് ഇതാ 2 - 3 ഓക്കെ. 2 - 3 ആൻസർ എന്താ 2 - 3 എന്ന് പറയുമ്പോൾ -1 ഓക്കെ. 2 - 3 കിട്ടി. ഇയാളുടെ ഡിറ്റർമിനൻറ്റ് ഇയാളുടെ കോഫാക്ടർ എന്താണ്? ഇതെന്താണ് ഈ ബ്രാക്കറ്റിലുള്ള നമ്പർ 4 + 4 8. പക്ഷേ ഇത് ഡിറ്റർമിനൻറ്റ് എന്താണ്? അണ്ടർലൈൻ ഡയമണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക -8 വരും ഓക്കെ. -8 കിട്ടി. ഇനി എന്താണ് 3ൻ്റെ അവിടെ എന്താണ് വരിക? നമുക്ക് ഇവിടെ വരാം -10 ഓക്കെ. -10 അത് കിട്ടി. അടുത്ത എന്താണ് വരിക? ഇയാളുടെ അവിടെ എന്ന് പറയുമ്പോൾ -4 ഓക്കെ. അപ്പോൾ നമുക്ക് -4 ഇനി -9 പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് -9 ഇത് മൈനസ് പ്ലസ് ആയി. അപ്പം 9 - 5 എത്രയാണ് മക്കളെ? 9 - 4 എത്രയാണ്? 5 ഡയമണ്ട് ഷേപ്പിലായതുകൊണ്ട് മൈനസ് ഓക്കെ. റെഡി അതും കിട്ടി. അടുത്തത് എങ്ങനെ ചെയ്യാം? ഇനി വേഗം ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഓക്കെ. ഇങ്ങനെ ചെയ്താൽ ഞാൻ സമയം കളയുന്നില്ല വേഗം ചെയ്തുതരാം. എൻ്റെ കയ്യിൽ ഇവിടെ ആൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ ആൻസർ നോക്കിയിട്ട് പറഞ്ഞുതരാം കാരണം സമയം പോലല്ലോ ഓക്കെ. -1 അപ്പോൾ ഇവിടെ -1 ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ 5ൻ്റെ റോൾ എന്താണ്? -6 ഓക്കെ. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് -1 9 ഓക്കെ. ഇതാണ് നമ്മുടെ കോഫാക്ടർ. കഴിഞ്ഞില്ല ഈ കോഫാക്ടർ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യണം അഡ്ജോയിൻ്റ് കിട്ടാൻ ഓക്കെ. ആ കാര്യം അതെപ്പോഴും മറക്കും എല്ലാവരും ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ഫസ്റ്റ് റോ -1 -8 -10 ഓക്കെ. ഈ -5 -6 വെറും 1 -1 9 7 ഓക്കെ. ഇതിപ്പോൾ ട്രാൻസ്പോസ് ചെയ്താൽ ഞാൻ വരാൻ കളഞ്ഞു. അപ്പോൾ ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ ഓക്കെ. അഡ്ജോയിൻ്റ് ഓഫ് എ ഇത്രയും കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടി. അഡ്ജോയിൻ്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ആണ് ആൻസർ എ ഇൻവേഴ്സ് ഓക്കെ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ഓക്കെ. അടുത്ത പേജിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് എത്തും കേട്ടോ. നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ -17 എന്നറിയാം. അപ്പോൾ ഞാൻ ഇത് മാറ്റി ഇതൊക്കെ വേസ്റ്റ് സ്ഥലത്തിൻ്റെ വേസ്റ്റ് ഓക്കെ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? അഡ്ജോയിൻ്റ് ഓഫ് എ ഇവിടെ നിൽക്കുന്നു ഓക്കെ. ഇത് അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. ഇനി എന്ത് ചെയ്യുന്നു? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/dt. അപ്പോൾ 1/-17 ഇൻറ്റു ഇത് ഓക്കെ. ഇതാണ് എ ഇൻവേഴ്സ് 1/-17 ഇൻറ്റു ഇതാണ് നമുക്ക് വേണം ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ അവസാനം കണ്ടുപിടിച്ചത് നമ്മൾ എന്തിനാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? x = a ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താ 8. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എ ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇൻവേഴ്സ് ഇൻറ്റു 814 അതാണ് ബി ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം എഴുതിക്കോ അവിടെ x = a ഇൻവേഴ്സ് ബി വിച്ച് മീൻസ് എ ഇൻവേഴ്സ് ഞാൻ നല്ല മടിയായതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതെടുത്ത് കോപ്പി ചെയ്തിടുന്നു ഓക്കെ. ഇൻറ്റു ബി 814 ആയിരുന്നില്ലേ 814 മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓർമ്മ പറഞ്ഞതാ 814 അല്ലെന്ന് നോക്കിയാൽ 814 ഓക്കെ. ഇനി നമ്മൾ ചെയ്യുമ്പോൾ പരിപാടി കഴിഞ്ഞു ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പാണ്. നല്ല അടിപൊളി സുന്ദരമായ ആൻസേഴ്സ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് ആൻസർ ഓക്കെ. അപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വൃത്തിയിൽ എഴുതരാം. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ദിസ് ഇസ് എ 3/3 മാട്രിക്സ്. ദിസ് ഇസ് എ 3/1 മാട്രിക്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്. അടുത്തുള്ള നമ്പേഴ്സ് ഈക്വൽ ആണ്. ദൂരെയുള്ള നമ്പേഴ്സാണ് പുതിയ ആളുടെ മാട്രിക്സിന് ഓർഡർ. അപ്പോൾ 3/1 ഇതുപോലെ ഒരു മാട്രിക്സ് ഉണ്ടാവും ആൻസർ. പക്ഷേ ഞാൻ വലുത് എഴുതാൻ കാരണം സ്റ്റെപ്പുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് -1/17 പുറത്തിരിക്കട്ടെ ഓക്കെ. -1/17 ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. അവനിവിടെ പുറത്തെടുത്താൽ ഓക്കെ. -1/17 അത് ഞാൻ ഇവിടെ വെക്കട്ടെ. ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളം മക്കളെ. ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളം ഞാൻ മനസ്സിൽ പറഞ്ഞായിരുന്നു നോക്കിയാൽ. ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളം -8 -5 ഓക്കെ. 1 × -8 -1 × 8 -1 × 5 -1 × 4. അപ്പോൾ നോക്കിയാൽ 8 -8 -5 എന്ന് പറഞ്ഞാൽ -13 -13 -4 -17 ആണ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് -17 കിട്ടി. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം -64 നോക്കിയാൽ -64 ഓക്കെ. -6 ഓക്കെ. -70 പിന്നെ 9 × 1 9 × 4 എത്ര 36 അല്ലേ
36. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ -70 + 36 എന്ന് പറയുമ്പോൾ -34. ഓക്കെ, -34. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട് മക്കളെ. തേർഡ് റോയിൻ്റെ ഫസ്റ്റ് കോളം -80. ഓക്കെ, 10 × -8, 1 × 1 1, അപ്പോൾ -80 കേട്ടോ. 1 7 × 4 എത്ര? 28. 29 ആഡ് ചെയ്ത് 29 എന്ന് പറയുമ്പോൾ 51, അപ്പോൾ 51 പക്ഷേ മൈനസ്. ഓക്കെ, ഇത്രയും കിട്ടിയാൽ അപ്പോൾ റഫ് കാൽക്കുലേഷൻ ചെയ്യാൻ കട്ടിയാണ്. ഓക്കെ, നിങ്ങൾ സൈഡിൽ നിന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, ഇനി -1/17 ഉണ്ട്. അപ്പോൾ 70 വെച്ച് ഡിവൈഡ് ചെയ്യണം, -1 കൂടി കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആൻസർ കിട്ടും. എന്താണ് ആൻസർ കിട്ടുക? -17 ഡിവൈഡഡ് ബൈ -17 1, -34/17 എന്ന് പറയുമ്പോൾ എത്ര? 2, കാരണം ഡബിൾ ആണ്. 51 എന്ന് പറയുമ്പോൾ എത്ര? 3 ആണ്, -1. അപ്പോൾ 1 2 3 എന്നീ 1 2 3 ഇത് കിട്ടിയാൽ മാത്രം മതി. എക്സ് എന്ന് പറഞ്ഞാൽ മേട്രിക്സ് 1 2 3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ മേട്രിക്സ് ഇവിടേക്ക് എത്തിക്കുക. ക്വസ്റ്റിലേക്ക് വരാം. എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മേട്രിക്സ് എന്താണ്? വേരിയബിൾസ് XYZ, വിച്ച് ഈസ് വേരിയബിൾസ് XYZ 1 2 3 ആണ്. അത് അവസാനം ആൻസർ ചെയ്തിട്ട് നമുക്ക് സോൾവ് ആണ്. മേട്രിക്സിലൊന്നും ആൻസർ ചെയ്യണ്ട. ക്വസ്റ്റ്യൻ ചെയ്ത് എക്സ് എന്താണ്? 1, Y എന്താണ്? 2, Z എന്താണ്? 3. ഇത് കിട്ടിയാൽ ഫുൾ മാർക്ക് 6 മാർക്സ് കിട്ടി. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ കുറേ വർഷങ്ങൾ ചോദിച്ചു. സോ എല്ലാവരും ഇതിനൊക്കെ ഷെയർ ചെയ്യുക. ഫുൾ പവർ ആവട്ടെ. ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.